ഓക്കെ. അപ്പം കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ഭാഗത്തിൻ്റെ റിവിഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് കറണ്ടിനുള്ള ഇക്വേഷനാണ്. കറണ്ടിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ചാർജിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അപ്പോൾ കറണ്ടിനുള്ള ഇക്വേഷൻ കിട്ടും. കറണ്ട് I ഈസ് ഈക്വൽ ടു ചാർജ് ക്യൂ ഡിവൈഡ് ബൈ ടൈം. ഇത് രണ്ട് ടൈപ്പ് ഇക്വേഷൻ ഉണ്ട്, dQ/dt എന്നുണ്ട്, അല്ലെങ്കിൽ Q/T. ചില സമയത്ത് നിങ്ങളിങ്ങനെ ഡെറിവേറ്റ് ചെയ്യേണ്ടി വരും. ഇത് ചാർജ് ക്യൂവിനെ ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടി വരും. അവിടെയാണ് നിങ്ങൾക്ക് കറണ്ട് കിട്ടുക. പിന്നെ അതുപോലെ തന്നെ യൂണിറ്റ് കുളോം പെർ സെക്കൻഡ് അല്ലെങ്കിൽ ആംബിയർ, ഇത് ഏത് യൂണിറ്റ് വേണമെങ്കിലും പറയാം. ചാർജിൻ്റെ യൂണിറ്റ് കുളോം, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ടൈം സെക്കൻഡിൽ തന്നെ എടുക്കണം. അപ്പം കുളോം പെർ സെക്കൻഡ് എന്ന് യൂണിറ്റ് എഴുതാം, അല്ലെങ്കിൽ ആംബിയറിന് യൂണിറ്റ് എഴുതാം. സാധാരണ ആംബിയറിന് മാത്രമേ നമ്മൾ എഴുതാറുള്ളൂ. ഓക്കെ. അടുത്തത് ഹൗ മെനി ഇലക്ട്രോൺ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ കാര്യം ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് ഒരു ലാമ്പ്, ഒരു ലൈറ്റ്, അത് 1 മിനിറ്റ് നേരം പ്രകാശിച്ച് നിൽക്കുന്നു. 1 മിനിറ്റ് നേരത്തേക്ക് ബൾബ് ഓൺ ആയിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ എത്ര ഇലക്ട്രോൺ പാസ് ചെയ്യുന്നുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ലാമ്പാണ്. ആ ലാമ്പിൻ്റെ ഉള്ളിൽ കൂടെ 300 മില്ലി ആംബിയറാണ് കറണ്ട് ഒഴുകുന്നത്. 300 മില്ലി ആംബിയർ. അപ്പോൾ മില്ലി എന്നുള്ളത് കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, 10⁻³ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം കറണ്ട് ഒരു ലാമ്പിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്. കറണ്ടിൻ്റെ അളവ് 300 മില്ലി ആംബിയറാണ്. അത് 1 മിനിറ്റ് നേരമാണ് പ്രകാശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ എത്ര ഇലക്ട്രോൺ ആയിരിക്കും ഒഴുകിയത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മളിപ്പോൾ തന്നെ പഠിച്ച ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ കറണ്ട് I ഈസ് ഈക്വൽ ടു Q/T എന്ന് കൊടുത്തു. പക്ഷേ ഈ ക്യൂവിനുള്ള ഇക്വേഷൻ നമ്മൾ മാറ്റി കൊടുക്കണം. ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് +or-NE. ഇതാണ് നിങ്ങൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്നില്ലേ. ചാർജ് ഈസ് ഈക്വൽ ടു +or-NE. ഇനി ഇയുടെ വാല്യൂ നിങ്ങൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഇയുടെ വാല്യൂ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അത് 1.6 × 10⁻19 കുളോമാണ്. കണ്ടോ, 1.6 × 10⁻19. അപ്പോൾ അതറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഇപ്പോൾ ക്വാണ്ടൈസേഷൻ ഉപയോഗിച്ച് ക്യൂവിനെ മാറ്റി എഴുതണം എന്നുള്ളതും കൂടി പഠിച്ചിരിക്കണം. പിന്നെ ടി പതിവ് പോലെ തന്നെ ടൈം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നിനെ ആയത് കാരണം ടീനെയും ഈനെയും അപ്പുറത്തേക്ക് മാറ്റും. അപ്പോൾ അപ്പുറത്ത് ചെല്ലുമ്പോൾ ടി മേളിൽ വരും, ഈ താഴെ വരും. ടി മേളിൽ വന്നു, ഈ താഴെ വന്നു, ഈക്വൽ ടു n. ഇനി ഓരോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കറണ്ട് ഐയുടെ വാല്യൂ എത്രയായിരുന്നു? 300 മില്ലി 10⁻³ പിന്നെ ടൈം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 എന്ന് എടുത്താൽ തെറ്റിപ്പോകും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു സെക്കൻഡിൽ എടുക്കണം. അപ്പോൾ 1 × 60 സെക്കൻഡ്. പിന്നെ ചാർജ് ഓഫ് ഇലക്ട്രോൺ അത് 1.6 10⁻19 കുളം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടി. സിമ്പിളായിരുന്നു. ഇത്രയും ഇലക്ട്രോണുകളായിരിക്കും ഈ ലൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ 1 മിനിറ്റ് നേരം ഒഴുകുന്നത്. ഓക്കെ. ഇനി ഇവിടുന്ന് ചോദിക്കുന്ന രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്യൂ ചാർജിനെ ടൈമിൽ ഫംഗ്ഷനായിട്ട് തന്നു. ശ്രദ്ധിക്കുക, ചാർജ് എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നു. അത് ടൈമിൻ്റെ ഫംഗ്ഷനായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് ഇവിടെ ടൈമിന് 1ഉം 2ഉം ഒക്കെ കൊടുക്കുന്നതനുസരിച്ച് ഈ ക്യൂവിൻ്റെ വാല്യൂ മാറുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ ഏകദേശം മനസ്സിലാക്കി വയ്ക്കുക. ചാർജിനെ ടൈമിൻ്റെ ഫംഗ്ഷനിൽ നമുക്ക് തന്നു. അപ്പോൾ ഇനി നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മളോട് ഇവർ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ഇനീഷ്യൽ കറണ്ട്. ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ, സ്റ്റാർട്ടിങ് ടൈമിൽ എത്ര കറണ്ട് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ടൈമിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ വാല്യൂ 0. ഏത് പ്രോസസ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ടൈം എത്ര നമ്മൾ കൊടുക്കാറ്? 0 ടൈം. അതാണ് ഇനീഷ്യൽ വാല്യൂ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? 0 സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ 0 ആണ് കൊടുക്കേണ്ടത്. പക്ഷേ നമുക്ക് ചാർജ് അല്ല കണ്ടുപിടിക്കേണ്ടത്, കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കറണ്ടിനുള്ള ഇക്വേഷൻ എന്താ? dQ/T. അതായത് ക്യൂ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ടി എന്ന് പറഞ്ഞ വേരിയബിളിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളിവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് വെച്ചാൽ 2 കോൺസ്റ്റൻ്റ് ആണ് പുറത്ത് നിൽക്കും. പിന്നെ T² ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. T² ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2t⁻1. ഓക്കെ. അതെങ്ങനെയാണ് വന്നത്? t⁻n ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്തായിരിക്കും? n(t⁻n-1) എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്തത്. അപ്പം 2t⁻1. ഇനി അടുത്ത് ഇവിടെ 2 കോൺസ്റ്റൻ്റ് ആണ്, ടിയുടെ 1 ആണ്. അപ്പോൾ -2. അപ്പോൾ 2 × 2 4 വരും. ഇവിടെ ഒരു -2ഉം വരും. 4t -2. ഇനി ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ടൈമിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 0. അപ്പോൾ ഇവിടെ ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആയി പോകും. പിന്നെ -2 ആംബിയർ എന്ന് വരും. കണ്ടോ, -2 ആംബിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടൈം 2 സെക്കൻഡ് സമയമായിരിക്കുമ്പോൾ കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ്? ടൈമിൻ്റെ വാല്യൂ 2 സെക്കൻഡ് ആയിരിക്കുമ്പോൾ കറണ്ടിൻ്റെ വാല്യൂ എത്രയാണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളിവിടെ ടിക്ക് എത്ര കൊടുക്കും? 2 കൊടുക്കും. അപ്പോൾ 4 × 2 -2. 4 × 2 8. 8 നിന്ന് 2 പോയി കഴിഞ്ഞാൽ 6 ആംബിയർ. യൂണിറ്റ് എഴുതാൻ വേണ്ടി മറന്നു പോകരുത്. നിങ്ങൾ കറണ്ടാണ് കണ്ടുപിടിക്കുന്നത്. കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ആണ്. വളരെ സിമ്പിളായിട്ട് ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോർഷൻ.
ഇനി നമ്മൾ റിവിഷൻ്റെ ഭാഗമായിട്ട് അടുത്ത പോർഷനിലേക്ക് പോകും. ഓക്കെ.